വിനോദ് വിൽസൺ മാത്യു, ഈ പോരാട്ടം എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയും? രാജിയില്ലാതെ ഇങ്ങനെ തന്നെ ഭരണം നടത്തുകയും ഉത്തരവുകൾ ഇറക്കുകയും ചെയ്യുന്ന ഒരു രീതി എത്ര കാലം കൊണ്ടുപോകാൻ കഴിയും? പ്രായോഗികമായി ഇത് എത്ര കാലത്തേക്ക് നടപ്പിലാകും? അല്ല, അത് നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി സംഭവിക്കേണ്ടതാണ്. ആദ്യമേ തന്നെ നമ്മുടെ ഈ ചർച്ചയുടെ ടാഗ് ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് BJPക്ക് കേജ്രിവാളിനെ പേടിയോ അല്ലെ ഭയമോ എന്നാണ്. നമ്മൾ കേരളത്തിലിരിക്കുകയാണ്. ഞാൻ ആം ആദ്മിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ മാധ്യമങ്ങൾ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത് മാധ്യമങ്ങൾ ആം ആദ്മിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നതിന് വലിയ മടി കാണിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഇവിടെ പ്രത്യേകിച്ച് MLA മാരും MP മാരും ഒന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് ആകെ ഇപ്പോൾ ഉള്ളത് ഒരു വാർഡ് മെമ്പർ മാത്രമാണ് ഇടുക്കിയിൽ കരിങ്കുന്നം എന്ന സ്ഥലത്ത്. പക്ഷേ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പറയുന്ന ആം ആദ്മിയെ പറ്റി ചർച്ച ചെയ്യുന്നു, ആം ആദ്മിക്ക് സ്പേസ് കൊടുക്കുന്നു. നിങ്ങൾ ടാഗ് ലൈൻ തന്നെ എന്താണ്? പേടിയോ ഭയമോ എന്നാണ്. അത് തന്നെയാണല്ലോ അതിൻ്റെ ഉത്തരവും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ മറ്റൊരു ഇതൊരു നാഷണൽ പാർട്ടിയാണ്, പക്ഷേ പ്രാദേശികമായി പ്രാദേശികമായി ഉയർന്നു വന്നൊരു പാർട്ടിയാണ്. ഡൽഹിയിൽ പഞ്ചാബിൽ ഭരിക്കുന്നു, ഗുജറാത്തിൽ 13% വോട്ട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കിട്ടി. അതിനുശേഷം ഹരിയാനയിലൊക്കെ അതിൻ്റേതായ വേരുറപ്പിക്കുന്നൊരു പാർട്ടിയാണ്. മറ്റേതെങ്കിലും ഇത്തരമൊരു നേതാവിന്, നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷം പതിറ്റാണ്ടിൽ കോൺഗ്രസ് ഒക്കെ ഭരിച്ചിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു നേതാവിന് ഇത്തരത്തിലുള്ള ഒരു സ്വീകാര്യത ഉടനീളം കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം ആം ആദ്മി പ്രവർത്തകർ ഉള്ളിടത്തും ഇല്ലാത്തതുമൊക്കെ ഒരു കോമൺ കോസിന് വേണ്ടി ആം ആദ്മിക്കൊപ്പം അല്ലെ ആം ആദ്മിയുടെ കൂടെ മറ്റ് ഇതര ജനാധിപത്യ മതേതര കക്ഷികൾ ഒന്നിക്കുന്ന ചരിത്ര മുഹൂർത്തം ഇന്ത്യയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് BJPയുടെ ഭയം. അവരെ ഭയപ്പെടുന്നത് എല്ലാം വളരെ ഈസി ആയിട്ടെല്ലാം 2024 തെരഞ്ഞെടുപ്പോടുകൂടി പിന്നെ ഏകകക്ഷി ഭരണത്തിലേക്ക് പോകാം എന്നൊക്കെ വ്യാമോഹിച്ചിരുന്ന BJPക്ക് ആം ആദ്മി എന്ന് പറയുന്നത് വലിയ ഭയപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ഒരു കണക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു അപർണയ്ക്ക് അറിയാം, കേരളത്തിൽ ഇന്ത്യയിൽ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം ഇന്ത്യ സഖ്യം എങ്ങനെ ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് 2019 ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അന്നേ ഡൽഹിയിൽ കോൺഗ്രസുമായി ചർച്ച തുടങ്ങിയ പാർട്ടിയാണ് ആം ആദ്മി. അന്ന് നമുക്കറിയാം PC ചാക്കോ, ഇന്ന് അദ്ദേഹം കോൺഗ്രസിലില്ല. അദ്ദേഹത്തിനായിരുന്നു ഡൽഹിയുടെ ചാർജ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അദ്ദേഹവുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ആം ആദ്മി. നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് കോൺഗ്രസിനോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം, ഒറ്റയ്ക്ക് നിന്നാൽ BJPയെ വീഴ്ത്താൻ കഴിയില്ല എന്ന ബോധ്യവും ആ സമയത്ത് തന്നെ ആം ആദ്മി കൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്കെതിരെ എന്താ പറഞ്ഞത്? ഞങ്ങൾ BJPയുടെ B ടീമാണെന്ന്. അല്ല, നിരന്തരമായ പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം അന്ന് ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ദേശീയ പാർട്ടിയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ സഖ്യം പിന്നീട് ഉണ്ടായില്ല. നമ്മൾ ഇന്ത്യ സഖ്യത്തിലേക്ക് നോക്കൂ. ഈ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യാൻ തയ്യാറായ ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നത് ആം ആദ്മിയല്ല. മറ്റു പലരും ഭിന്നിച്ചു പോയപ്പോൾ അവിടേക്ക് വന്ന്, നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറ് മരിച്ചു കിടക്കുന്ന ആ ദിവസം രാത്രിയിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രഥമ യോഗം ബാംഗ്ലൂരിൽ വെച്ചുണ്ടായിരുന്നത്. പക്ഷേ അവിടെ കേജ്രിവാൾ വെച്ച ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിർദ്ദേശം? പാർലമെന്റിൽ ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരമാധികാരം കൊടുക്കുന്ന ആ ബില്ലിൽ പാർലമെന്റിൽ കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചു. കോൺഗ്രസ് ആദ്യം അതിനെ എതിർത്തു. പക്ഷേ കോൺഗ്രസിന് മനസ്സിലായി, കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ആം ആദ്മിക്കൊപ്പം നിന്നു. നമ്മൾ കണ്ടതല്ലേ, അന്ന് രാത്രിയിലാണ് ഉദ്ദേശം 11 മണിയോടുകൂടി ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങി അരവിന്ദ് കെജ്രിവാളും രാഘവ് ചദ്ദയും മല്ലികാർജ്ജുന ഖാർഗെയും KC വേണുഗോപാലും ഇറങ്ങി വന്ന് സ്വീകരിച്ച ആ ചിത്രം നമ്മൾ കണ്ടതല്ലേ. അതിന്റെ അർത്ഥം എന്താണ്? ഈ മതേതര മുന്നണിക്ക് കോൺഗ്രസിനോടൊപ്പം, കോൺഗ്രസ് വലിയ ജനാധിപത്യ പാർട്ടിയാണ്, ഇന്ത്യയിൽ ഉടനീളം വേരുള്ളൊരു പാർട്ടിയാണ്, അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആം ആദ്മിക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ. അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അതിന് കണക്കൂടി പരിശോധിക്കാം. ഈ ഒരു വലിയ രീതിയിൽ 400 സീറ്റ് അല്ലെ 400 സീറ്റിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മളിപ്പോൾ എന്താ ചിത്രം തെളിഞ്ഞു വരുന്നത്? ആം ആദ്മിയും കോൺഗ്രസ് തമ്മിലുള്ള ആ സഖ്യം കൃത്യമായി വർക്കൗട്ട് ആവുകയാണെങ്കിൽ BJPക്ക് എവിടെയൊക്കെ നഷ്ടമുണ്ടാവും? ഗോവയിൽ 2 ലോക്സഭാ സീറ്റാണുള്ളത്. അവിടെ കൃത്യമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്നു. ആം ആദ്മി അവിടെയുണ്ട്, ആം ആദ്മി സപ്പോർട്ട് കൊടുക്കുന്നു. ഗുജറാത്തിൽ 2 സീറ്റുകളാണ് ആം ആദ്മി കിട്ടിയിരിക്കുന്നത്. ബാക്കി 26 സീറ്റിൽ 26 സീറ്റുള്ളതിൽ 2 സീറ്റിൽ ആം ആദ്മി മത്സരിക്കുമ്പോൾ ബാക്കി 24 സീറ്റിലും ഈ പറയുന്ന കോൺഗ്രസ് മത്സരിക്കുന്നു. അവിടെ ഗുജറാത്തിൽ 13% വോട്ട് ഞങ്ങൾക്കുണ്ട്, 5 നിയമസഭാ MLA മാർ ഞങ്ങൾക്കുണ്ട്. അപ്പം നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ ചെന്ന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നേരിട്ട് ഫൈറ്റ് ചെയ്ത് 13% വോട്ട് നേടുകയും കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും വോട്ടും കൂടെ ഒരുമിച്ച് വന്നാൽ ഈ ലോക്സഭാ സീറ്റിൽ ഈ പറയുന്ന തൂത്തുവാരുന്ന പരിപാടി നടക്കത്തില്ല എന്ന് BJPക്ക് മനസ്സിലായി. വിനോദ്, രാഷ്ട്രീയപരമായി മുന്നോട്ട് വെക്കുന്ന
ചില കാര്യങ്ങൾ അതൊരു ദീർഘദർശിത്വമാണ്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഡൽഹിയിൽ നടന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം, BJP അതൊരു ബദൽ ആം ആദ്മിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എത്രത്തോളം ശക്തമായ പ്രതിഷേധത്തിലാണോ അതിനൊരു ബദൽ പ്രതിഷേധവുമായി BJP വരുന്നു. അതിന് BJP ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ അത് കേജ്രിവാളിന്റെ രാജിയാണ്, ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തരുത് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. അതിന്റെ ഒരു പ്രായോഗികത, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആ പ്രതീക്ഷകളൊക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോഴത്തേക്ക് എത്ര കാലത്തേക്ക് അത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡി കഴിഞ്ഞിട്ട് അത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കുകയാണെങ്കിൽ ജയിൽ നിയമങ്ങളൊക്കെ ബാധകമാകും. ക്യാബിനറ്റിനെ യോഗം വിളിക്കാൻ കഴിയില്ല, അടിയന്തര വിഷയങ്ങൾ ഇടപെടാൻ കഴിയില്ല, ഉത്തരവുകൾ കൊടുക്കാൻ കഴിയില്ല, മീറ്റിംഗുകൾ നടത്താൻ കഴിയില്ല. എങ്ങനെ പ്രാക്ടിക്കലായ കേജ്രിവാളിനെ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയും? അല്ല, അതാണ് പറഞ്ഞത്. അതിന്റെ ധാർമ്മിക വശത്തെ പറ്റി നമുക്ക് സംസാരിക്കേണ്ട. കാരണം ധാർമ്മികതയെ പറ്റി പറയാൻ BJPക്ക് എന്ത് യോഗ്യതയുള്ളതെന്ന് ആദ്യം അവർ പറയട്ടെ. നമുക്ക് ധാർമ്മികതയിലേക്ക് പോകണ്ട, നിയമവശത്തിലേക്ക് തന്നെ സംസാരിക്കാം. അത് നമുക്കറിയാം, ഭരണഘടനാ വിദഗ്ധരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഒരു പക്ഷേ കോടതിയിലേക്ക് വരും, കോടതി അത് പരിശോധിക്കേണ്ടതാണ്. അതിലേക്കൊന്നും ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്, BJP ഇതാണ് ആഗ്രഹിച്ചതും. BJP ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് അവർ എത്തുകയല്ലേ. അവർ കേജ്രിവാളിനെ മാറ്റി നിർത്താൻ ആഗ്രഹിച്ചു, കേജ്രിവാളിനെ മാറ്റി നിർത്താൻ വേണ്ടി കേസെടുത്തു. അതിനുശേഷം കേജ്രിവാളിന്റെ രാജി, കേജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയാം, കേജ്രിവാൾ എന്ന് പറയുന്ന വലിയ വിദ്യാഭ്യാസമുള്ള, കൃത്യമായി അറിവുള്ള ഒരു മനുഷ്യനാണ്, പഠിച്ച, കൃത്യമായി രാജ്യതന്ത്രജ്ഞതയുള്ളൊരു മനുഷ്യനാണ്. അല്ലാതെ ഇവരെ പോലെ ഞാനത് ആ വാചകമൊന്നും ഈ ഒരു ഫ്ലോറിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, അദ്ദേഹം വളരെ കൃത്യമായി ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഏതെങ്കിലും വകുപ്പുകൾ കൈകാര്യം ചെയ്യാതിരിക്കുന്നുണ്ടോ? ഡൽഹി മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് ഒരു വകുപ്പുമില്ല. അത് അദ്ദേഹത്തിന്റെ തന്ത്രമാണ്. അദ്ദേഹം ഇതൊക്കെ ഈ EDയുടെ സമൻസ് 9 സമൻസ് വന്നപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഹാജരായില്ല എന്ന് ചോദ്യം ഉന്നയിക്കുന്നു. EDയുടെ സമൻസ് ആദ്യം വന്നപ്പോൾ തന്നെ കേജ്രിവാൾ പറഞ്ഞു, മനീഷ് സിസോയുടെ അറസ്റ്റിന് ശേഷം എന്നെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുക, എന്നിലേക്കാണ് അറസ്റ്റ് വരുന്നത്. അദ്ദേഹം എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടത്തില്ല, അല്ലെങ്കിൽ കേസുമായി BJP വരത്തില്ല എന്നും അദ്ദേഹം ന്യായം വെച്ചിട്ടില്ല. പക്ഷേ BJPയുടെ സമൻസിന് EDയുടെ സമൻസ് എന്ന് ഞാൻ പറയുന്നില്ല, സമൻസിന് പോയി വിധേയപ്പെടാൻ, ആ പ്ലേയിൽ പോയി നിൽക്കാൻ കേജ്രിവാൾ ആഗ്രഹിച്ചില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വകുപ്പുകളില്ല. ഭരിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാണ് മന്ത്രിമാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കറിയാം ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തിന്റെ വീട്ടു തടങ്കലിലേക്ക് ആക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഭരിക്കാം എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ നിയമ പോരാട്ടമാണ്. പക്ഷേ BJPയുടെ രാഷ്ട്രീയ ആവശ്യം എന്താണ്? അദ്ദേഹത്തിന്റെ രാജിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതെ ഇരിക്കണം. കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ കേജ്രിവാൾ മുഖമുണ്ടാവാൻ പാടില്ല. ആം ആദ്മിയെ ചിഹ്ന ഭിന്നമാക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ അവിടെയൊക്കെ നരേന്ദ്രമോദിക്ക് തെറ്റി, മിസ്റ്റർ നരേന്ദ്രമോദി. കാരണം നിങ്ങൾ നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു ആരോപണമായിട്ട് പറയില്ല, കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു രണ്ടാം കിട നേതാക്കന്മാരെ പലപ്പോഴും വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഒരു വിമർശനം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞാനത് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 12 വർഷമായി മാത്രമുള്ള ഒരു പാർട്ടിയിൽ കേജ്രിവാൾ എന്ന് പറയുന്ന തലയെ പിടിച്ച് അകത്തിട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിന് നേതൃത്വത്തിലേക്ക് അതിഷി വരുന്നു, സൗരഭ് ഭരദ്വാജ് കടന്നു വരുന്നു, അതുപോലെ തന്നെ സന്ദീപ് പതക്ക് വരുന്നു. ഇവർ കൊടുക്കുന്ന നിർദ്ദേശം, ഇവരെ റോഡിലിറങ്ങി കാണിക്കുന്ന ഉശിരും ആവേശവും പ്രവർത്തകർക്കും രാജ്യത്തിനും, അതിഷി എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിൽ പഠിച്ച വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, അവരൊരു നാഷണൽ ഫിഗറായി മാറുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള സ്വതന്ത്രമായ രാഷ്ട്രീയ സംവിധാനമുണ്ട്, എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ലാതെ ഞാനതാ പറയുന്നത്, അതിൽ അഭിമാനിക്കുക, ഒരു വ്യക്തി എന്നുള്ള അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് ഈ കേജ്രിവാളിനെ അകത്തിട്ടതുകൊണ്ട് ആം ആദ്മിയുടെ ആശയം ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആം ആദ്മി എന്ന് പറയുന്ന നരേന്ദ്രമോദി മനസ്സിലാക്കുക, ആം ആദ്മി എന്ന് പറയുന്ന കേജ്രിവാൾ അല്ല. കേജ്രിവാൾ ഉയർത്തിയ ആശയമാണ്. BJPയുടെ ആശയം എന്ന് പറയുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്നുള്ളതല്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ വിഘടിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ, കേജ്രിവാളിന്റെ ആശയം എന്ന് പറയുന്നത് വെൽഫെയർ രാഷ്ട്രീയമാണ്. എല്ലാവർക്കും വൈദ്യുതിയും വെള്ളവും ആരോഗ്യവും ഒക്കെ കൊടുക്കുന്ന സമാധാനപൂർവ്വം ജീവിതത്തിന്റെ ആശയമാണ് കേജ്രിവാൾ വെച്ചിരിക്കുന്നത്. അല്ല, കേജ്രിവാൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. ഒരു കേജ്രിവാളിനെ അകത്തിട്ടാൽ 1000 കേജ്രിവാൾമാർ റോഡിൽ ഉണ്ടാവും. അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം കാണാൻ പോകുന്നതും അതാണ്. വിനോദ്, ഞാൻ തിരികെ എത്താം.